സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ബോഗൺവില്ലയും പിന്നെ എല്ലാ ചെടികളും ഇപ്പോൾ മഴ കിട്ടിയപ്പോൾ നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ തളിരും വരുന്നുണ്ട്, പുതിയ പുതിയ പൂക്കളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഇതുണ്ടല്ലേ, നല്ല ഈ തളിരെലമ്മലൊക്കെ പൂക്കളാണ് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ വയലറ്റിൻ്റെ പൂവ് ഒരു ട്രിപ്പ് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇത് റോസ് കളറ്, നല്ല ഇവിടെ നല്ല തിക്കായിട്ട് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ തല ഭാഗത്ത് മാത്രമേ പൂവുണ്ടാവുള്ളൂ കേട്ടോ. അതൊരു ഉണ്ട ഷേപ്പിൽ അതങ്ങനെ നീണ്ട് അങ്ങനെ പോകും. നമ്മൾ കട്ട് ചെയ്ത് ഷേപ്പാക്കി നിർത്തണം, എന്നാലേ അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. ഇതൊരു പുതിയൊരു ചെടിയാണ്, പുതിയ ചെടിയല്ല, നമുക്ക് പുതിയതാണ്. അതിൻ്റെ ഇലകളൊക്കെ കണ്ടില്ലേ, ഇലമേലെ നല്ല ഡിസൈനാണ് കേട്ടോ. ഇതിൻ്റെ ഇല ഈ ബാക്ക് ഭാഗവും ഇത് ഒരേ കളർ തന്നെ. ഇതൊരു ഗ്ലേസിങ് ഉണ്ട് ഈ മുൻഭാഗത്ത്, മറ്റേ അത്ര ഗ്ലേസിങ് ഇല്ല കേട്ടോ. പിന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാവും ഇതിൻ്റെ കമ്പ് കുത്തിയാൽ. ഈ ഭാഗത്തൊക്കെ ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് പൂവുണ്ടായതാണ് കേട്ടോ. ഈ മഴ അങ്ങോട്ട് പെയ്ത് ഒരു ഉഷാറായപ്പോൾ വലിയ ചൂട് പോയപ്പോൾ ഇങ്ങനെ നല്ല പൂക്കളാവുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു കൊമ്പ് കണ്ടില്ലേ, ഇതിന് പെട്ടെന്ന് ഒരു നല്ല വെള്ളമാണ് ഇതിന് കേട്ടോ. അല്ലെങ്കിൽ ഇതിങ്ങനെ വാടിക്കൊണ്ടിരിക്കും. പിന്നെ ഇവിടെ കണ്ടില്ല ഒരു 10 മണിയുള്ള ഇത് നല്ലൊരു കളറാണ് കേട്ടോ. ഇങ്ങനെ കണ്ടില്ലേ, ഇതിൻ്റെ ഇലക്ക് മാറ്റം കേട്ടോ. 10 മണീൻ്റെ മറ്റേ ഒറിജിനൽ 10 മണീൻ്റെ ഇതല്ല ഇതിന്, വേറൊരു ഇലയാണ് ഇതിൻ്റെ. ഇത് കണ്ടില്ല, ഇതിൻ്റെ ഒക്കെ ഇലൻ്റെ മാതിരിയുള്ളതാണ് ഇത്. നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലില്ലി പോപ്പി ഇതിൽ ഇവിടെ പൂക്കളുണ്ട്. ഇത് കണ്ടില്ല, അതിൻ്റെ ഇടയിലൊക്കെ അടിഭാഗത്തൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് പൂക്കൾ കേട്ടോ. അപ്പോൾ മഴ പെയ്തിട്ട് ഇങ്ങനെ നല്ല വെള്ളത്തുള്ളികളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെയുണ്ട് ബോഗൺവില്ല കേട്ടോ. പിന്നെ ഈ ഒരു ചെടീൻ്റെ പൂവുണ്ടില്ല, അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നിറയെ പൂക്കളുണ്ടാവും. ഈ നല്ല വലിയ പൂക്കളാവും കേട്ടോ. അതിങ്ങനെ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറയെ പൂക്കളുണ്ട്. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുള്ള് ഭയങ്കര ഷാർപ്പാണ് കേട്ടോ. നമ്മളെ കൈമേൽ തട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര കടച്ചിലും ഭയങ്കര ഇതുമാണ്. പക്ഷേ അതിൻ്റെ പൂക്കൾ കാണാൻ ഒരു ഭംഗി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത് വളർത്തുന്നത്, അല്ലെങ്കിൽ ആരും അത് വളർത്തൂല കേട്ടോ. അത്രക്ക് ഡേഞ്ചറാണ് അതിൻ്റെ ഒരു മുള്ള്, ഭയങ്കര കടച്ചിലും ഉണ്ടാവും അത് തട്ടിയിട്ടുണ്ടെങ്കിൽ. പിന്നെ അത് കുറച്ച് നേരത്തെ അവന് കാണിച്ചു തന്നില്ല. അതിൻ്റെ ഒരു വേറൊരു ഇതാണ് കേട്ടോ. ഇതിന് കളറൊന്നുമില്ല, ഇതിൻ്റെ തണ്ടിന് മാത്രമുള്ളൂ ഈ ഒരു വെള്ള കളർ കേട്ടോ. തണ്ട് മാത്രമുള്ളൂ ഈ വെള്ള കളറ്. ബാക്കിയുള്ളതൊക്കെ മറ്റേ അതിൻ്റെ മാതിരി തന്നെ. ഇലക്ക് വേറെ കളറില്ല. ഇവിടെ റോസ് ഉണ്ട് കേട്ടോ. റോസ് നമ്മളിതിങ്ങനെ ഈ പൂവ് തീരുന്ന ഇങ്ങനെ പെട്ടെന്ന് ഉള്ളിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ പെട്ടെന്ന് പൂക്കളുണ്ടാവും കേട്ടോ. റോസ് അതേമാതിരി ഇവിടെ ഇതൊരു റോസാണ് കേട്ടോ. ഈ റോസ് ഇത് കണ്ടില്ലേ, നല്ല തിക്കായിട്ടുണ്ടാവും കേട്ടോ. അത് ഇത് ഇങ്ങനെ വള്ളീൻ്റെ മാതിരി പടർന്നു പോകാൻ ശരി. അപ്പോൾ നമ്മളിതിങ്ങനെ ഇതിമക്കിങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ഈ കൊള്ളി വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ കൊള്ളി വെച്ച് നമ്മളിതിങ്ങനെ ചുറ്റി പണിഞ്ഞിങ്ങനെ ഇതായാലാണത് അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടുള്ളൂ. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നമ്മളിനി കെട്ടി കൊടുക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ പടർന്ന് അങ്ങോട്ട് വീണ് പോകും കേട്ടോ. അപ്പോൾ കഴിയുമ്പോൾ വലിയൊരു പൂവുണ്ടാവില്ല. കാണാൻ നല്ല ഭംഗി ഉള്ളൊരു റോസാണ്. കൊലകൊലയായിട്ട് ഓരോ കൊലയിൽ 10-20 പൂക്കളുണ്ടാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും റോസ് ഉണ്ട്. ഇത് റോസ് കളറാണ്. ഈ ഇതിലൊക്കെ നമ്മൾ പൂക്കൾ ഇങ്ങനെ വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പുതിയ പൂക്കളുണ്ടാവും കേട്ടോ. അത് കുറച്ച് അടിഭാഗത്തായിട്ട് ഇങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഒരു കത്തിയൊക്കെ എടുത്ത് കട്ട് ചെയ്യണമെന്ന് നല്ലത്. ഞാനിപ്പോൾ കത്തി കയ്യിലില്ലാത്തതുകൊണ്ട്. പിന്നെ ഇവിടെ ചെമ്പരത്തി ഉണ്ടല്ലേ, ചെമ്പരത്തി ഇങ്ങനെ പൂവ് വിരിഞ്ഞ് വരുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ
ഇതിന്മേൽ നല്ല പൂക്കളുണ്ട്. ഈ പൂക്കൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇത് കഴിഞ്ഞത് ഇതിങ്ങനെ ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ പൂക്കൾ വരും കേട്ടോ. ഇതിൽ പുല്ല്, ഈ ഒരു പുല്ല് ഭയങ്കര ഒരു ശല്യമാണ് കേട്ടോ. എത്ര പറിച്ചാലും പോകാത്തൊരു പുല്ലാണ്. അതിൻ്റെ പറിച്ചാൽ പോകാത്ത പറഞ്ഞാൽ അതിൻ്റെ അടിഭാഗം അവിടെ പൊട്ടിയിരിക്കും. അത് എത്ര പറിച്ചാലും കിട്ടില്ല. അപ്പോൾ പിന്നെ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ആ ഒരു ചെടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പുല്ല് വന്നാൽ നമ്മളെ ഗാർഡൻ പറ്റാണ്ട് ഇതാവും കേട്ടോ. യൂഫോർബിയം നല്ല പൂക്കളുണ്ട്. ഇതൊരു ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ വേറൊരു കളറാണ് കേട്ടോ. ഇതിൻ്റെ ചെറിയ നമ്മൾ ഇങ്ങനെ ഇവിടെ കൊണ്ട് കട്ട് ചെയ്തിട്ട് ഈ തോമ്പ് കട്ട് ചെയ്തിട്ട് വെച്ചാൽ ഉണ്ടാവും കേട്ടോ. പിന്നെ പെട്ടെന്ന് വേരുപിടിക്കുന്നൊരു ചെടിയാണത്. പിന്നെ ഇവിടെ കുറച്ച് ഇലച്ചെടികൾ ഉണ്ട്. ഇവിടെ ഇലച്ചെടിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് വേറൊരു സൈസ് ഇലച്ചെടിയാണ്. ഇതിൻ്റെ ഈ പിന്നെ ഇത് കാണാൻ നല്ല ഇലകളൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയുള്ളതാണ് കേട്ടോ. ഇത് പിന്നെ കുറേ ഉയർന്ന് വലുതായി ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. കാണാൻ നമുക്ക് ഇൻഡോർ ആക്കി ഇത് വെക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇലച്ചെടി ഉണ്ട്. ഇത് നമ്മൾ മുൻഭാഗത്തും ഉണ്ട് കേട്ടോ. ഇപ്പം ഉണ്ടാകുന്ന ഇല മഞ്ഞയാണ്. ഇതിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന ഇല പിന്നെ പച്ചയും പല ഡിസൈൻ. അടിയിലുള്ള ഉണ്ടായിരുന്നത് പിന്നെ റെഡ് കളറാണ് കേട്ടോ. അപ്പോൾ പല കളറായിട്ടും അത് പല സമയത്തും പല കളറായിട്ടാണ്. അത് യൂഫോർബിയ ചെറിയ പൂക്കളാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പിന്നെ ക്വാളിറ്റി പറഞ്ഞാൽ എന്നും ഇതേമാതിരി പൂക്കളുണ്ടാവും എന്നുള്ളതാണ്. ഏത് സമയത്തും ഇത് പൂക്കളായിട്ടായി കാരണം. പിന്നെ അതുപോലെ തന്നെ ഇത് ഇലച്ചെടി വേറെ ഒരു കളറാണ്. പിന്നെ ഇവിടെ നമ്മൾ പിന്നെ ഇതുണ്ട്, എന്താണ് പറയുക, തെച്ചി മഞ്ഞയാണ് കേട്ടോ. തെച്ചി മഞ്ഞ വേറെ ഒരു ഇലച്ചെടി ഉണ്ട്. ഇത് കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഇലയാണ് കേട്ടോ. അത് ഇപ്പോൾ ഉണ്ടാകുന്ന എല്ലാ ഇലച്ചെടിക്കും മഞ്ഞയാണ് കളറാണ് കൂടുതൽ, പച്ച കളർ കുറവാണ്. ഇനി ഇത് മഴ പെയ്യുമ്പോൾ അത് ഇതുപോലെ പുള്ളി കളറായിട്ട് ഇങ്ങനെ വരും കേട്ടോ. കാണാൻ നല്ല പിന്നെ ഒരു പൂവിട്ട് നിൽക്കണ മാതിരിയാണ് നമുക്ക് ഈ ഇലച്ചെടികളൊക്കെ കാണുമ്പോൾ ഉള്ളത്. ഏത് സമയത്തും പൂവുണ്ട്. അതേമാതിരി തന്നെ ഇത് പിന്നെ അധികം മഞ്ഞ കളറാണ്. ഇതിന് പല കളറും ഉണ്ടാവും കേട്ടോ. ഇത് പിന്നെ നമ്മളെ തെച്ചി കണ്ടില്ലേ, തെച്ചിമ നിറയെ പൂക്കളാണ് കേട്ടോ. മുട്ടുകൾ ഇതൊരു ഒരാഴ്ച കഴിയുമ്പോൾ അത് നല്ല ഒരു പൂവിൻ്റെ ഒരു ബൊക്കെ പോലെ ഉണ്ടായിട്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു ചെടീൻ്റെ പിന്നെ പേരറിയില്ല. ഇങ്ങനെ തന്നെ അങ്ങനെ പൂവുണ്ടാണ്. ഇതിൻ്റെ പേരറിയുന്നത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് പിന്നെ അടിയിലുള്ള ബെല്ലൈക്കണമെന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ. അപ്പോൾ അത് കാണാൻ സുഖമാകും. പിന്നെ ഈ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അത് കാണാൻ നിൽക്കുമ്പോൾ തന്നെ അടിയിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ അടിയിലുള്ള പിന്നെ ഈ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ. ഈ ഒരു പിന്നെ ആസ്പിറ്റോസിൻ്റെ പൈപ്പിൽ നമ്മൾ കണ്ടില്ല, ഈ ഒരു പിന്നെ ഇതുപോലുള്ള ചെടികളാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. പുല്ല് ഇപ്പോൾ ഇത് കുറച്ച് ആദ്യം വെച്ചാണ്, അതുകൊണ്ട് തന്നെ ഇത് കാണാൻ ഒരു നല്ലൊരു റൗണ്ട് ഷേപ്പായിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ പിന്നെ ഇതൊക്കെ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് പൂവിടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ ഈ തല ഇങ്ങനെ കട്ട് ചെയ്താലേ നമുക്ക് പിന്നെ ഇതെന്ത് ചെയ്യാമെന്നോ, ഇതിൻ്റെ ഈ പൂവ് വരണുണ്ടല്ലോ, പൂവ് വരുന്ന ഭാഗമൊക്കെ പോഷനൊക്കെ നമ്മളിങ്ങനെ നുള്ളി കൊടുക്കുക. പൂവിടാനയക്കരുത്. പൂവിട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. പിന്നെ പറഞ്ഞാൽ വളർച്ചയ്ക്കും ഈ പൂവിടാൻ അയക്കാതിരിക്കാവും നല്ലത്. ഇത് നമ്മൾ ഇടയ്ക്ക് ഇതിൻ്റെ ഈ പൂക്കൾ നമ്മൾ ഇങ്ങനെ നുള്ളി കൊടുക്കട്ടോ. പൂവിടാൻ അയക്കാതിരിക്കുക, അതാണ് ഇതിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത്. ഇതൊക്കെ കണ്ടില്ല, ഈ തൂണുമ്മലൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ അതിൻ്റെ ആ പൂവ് വരുന്നത് ഇങ്ങനെ നുള്ളി കളയലാണ് വരുന്നത്. അപ്പോൾ ഈ പിന്നെ പൂവിങ്ങനെ ഈ നുള്ളിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല വളർച്ചയായിക്കാരം കേട്ടോ. അത് പിന്നെ അതിലുള്ള കളകളൊക്കെ ഒന്ന് പറിച്ചിട്ട് കൊടുക്കുക. എന്തെങ്കിലും വളം ഉണ്ടെങ്കിൽ നമ്മൾ
പിന്നെ അത് ചെയ്ത് കൊടുക്കട്ടോ. ഇതൊക്കെ കണ്ടില്ല, ഇതിലും പിന്നെ ഈ ഇതിന്മേൽ നിറച്ച് കുറച്ച് ആദ്യം വെച്ചതുകൊണ്ടാണ് ഇതിന്മേൽ അങ്ങനെ പൂവ് ഉണ്ടാകുന്നത് കേട്ടോ. ഈ പൂവ് നമ്മൾ പിന്നെ ഫുള്ള് ഇതിൻ്റെ തല ഇങ്ങനെ പിടിച്ചിട്ട് പൂ ഇടാനയക്കാതിരിക്കുക. അപ്പോൾ അത് നല്ലൊരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ആവും കേട്ടോ. പൂവിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ വളർച്ച അവിടെ നിൽക്കുകയാവും. അപ്പോൾ നമ്മളത് പിന്നെ ഇതിങ്ങനെ പറിച്ച് ഇങ്ങനെ പെട്ടെന്നുണ്ട് കേട്ടോ, വലിയൊരു പണിയൊന്നുമില്ല. നുള്ളി കൊടുത്താൽ മതി, പറയണത് നോക്കണം. പറഞ്ഞാൽ പിന്നെ അത് വളർച്ച വലിയ പിന്നെ അത് വായിച്ചിട്ട് ഉണങ്ങി പോകുന്നില്ല കേട്ടോ. നമ്മളതിൻ്റെ പൂക്കളിങ്ങനെ നുള്ളിയാൽ മതി, പിന്നെ വേറെ ഇളകി വെച്ചിട്ട് ഇത് പോകുന്നില്ല. അതേപോലെ തന്നെ കണ്ടില്ല നമ്മൾ ഈ ഒരു ആല് പിന്നെ നല്ല റൗണ്ട് ഷേപ്പിലാണ് ഈ ആല് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഇത് നമ്മളൊരു ഹോസ്പിറ്റൽസിൻ്റെ ഒരു റിങ്, ഒരു ചട്ടിൻ്റെ ഒരു റിങ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയൊന്ന് കട്ട് ചെയ്യാനായിട്ടുണ്ട്. എപ്പോഴും ഇത് റൗണ്ട് ഷേപ്പായിട്ടാണ് കട്ട് ചെയ്യൽ കേട്ടോ. അപ്പോൾ അതിങ്ങനെ വളർച്ച കൊണ്ട് അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഉണ്ട് വലുതായിട്ട് കട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തതാണ് കേട്ടോ. ഈ ഭാഗത്തുള്ള പിന്നെ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ ഈ ഇലച്ചെടി ഉണ്ടല്ലോ അത് കട്ട് ചെയ്താണ്. പിന്നെ നമ്മളെ പിന്നെ മീൻകുളത്തിൽ നിറയെ മീൻകുട്ടികളുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ വെള്ളം ഇളകുന്നതാണ്, അത് ചെറിയ മീൻകുട്ടികളുണ്ട് അതിൽ. പിന്നെ ഒരു തവളയും വന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ. തവളനെ രാത്രി പിടിക്കാൻ കിട്ടുള്ളൂ, ഒരു നെറ്റൊക്കെ കെട്ടിയിട്ട് എങ്ങനെയും പിടിക്കണം അതിനെ, അല്ലെങ്കിൽ ഈ മീൻകുട്ടികളൊക്കെ അത് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഗ്രീൻ കളറുള്ളൊരു മീനുണ്ടായിരുന്നു, അതിനെ കാണുന്നില്ല. അപ്പോൾ അത് പിടിച്ച് കഴിച്ചതാവുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിത് ഈ ഇവിടെ കണ്ടില്ലേ, ഇതിൻ്റെ ഈ സൈഡിൽ റെഡ് പ്ലാന്റാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. റെഡ് പ്ലാന്റ് പിന്നെ ഈ നല്ല പിന്നെ ഉഷാറായിട്ടുണ്ട്. ഇതൊക്കെ ഇനി കട്ട് ചെയ്യാനായിട്ടുണ്ട്. നല്ലൊരു മഴ പെയ്യുമ്പോൾ കട്ട് ചെയ്ത് ഇതിൻ്റെ അടിയൊക്കെ ഒന്ന് പുല്ലൊക്കെ ഒന്ന് പറിച്ച് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ ഇനി ക്ലീൻ ആക്കിയിട്ടാണ് നമ്മളതൊക്കെ കട്ട് ചെയ്തിട്ട് വീണ്ടും ഇതൊക്കെ നടണം കേട്ടോ. ഈ റെഡ് പ്ലാന്റിൻ്റെ കാര്യമാണ് പറയുന്നത്, ഇതിൻ്റെ എല്ലാം പറയുന്നത് റെഡ് പ്ലാന്റിൻ്റെ കാര്യമാണ്. ഇത് ഈ പൈപ്പിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിവിടെ ഒരു റോസ് വെച്ചിട്ടുണ്ട് കേട്ടോ. റോസ് വെച്ചതിലേക്ക് പിന്നെ ഒരു 6 മീറ്റർ വലുപ്പത്തിൽ നമ്മൾ പിന്നെ ഇതിൻ്റെ ഈ പൈപ്പിൻ്റെ ഉള്ളിലൊരു ചെടി ഉണ്ട് കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞാൽ അത് വളർന്ന് മുകളിൽ കൂടി ഉണ്ട് തൂങ്ങി വരും കേട്ടോ. അപ്പോൾ അത് കാണാൻ നല്ലൊരു ഭംഗിക്കാറ്. പിന്നെ ഇവിടെ നമ്മളെ ചീര നട്ടിട്ട് കുറച്ച് ദിവസമായിട്ടോ. ചീര പിന്നെ ഇവിടെ പ്ലാത്താങ്കര ചീര ഉണ്ട്, പിന്നെ നമ്മൾ പ്രാദേശികമായിട്ടുള്ള ചുവപ്പ് ചീരയും പിന്നെ പച്ചച്ചീരയും ഉണ്ട് കേട്ടോ. ഇതൊന്നായിട്ടാണ് ഇങ്ങനെ പാകിയിട്ടുള്ളത്. ഇവിടെ പിന്നെ കുറച്ച് കൂടുതൽ മുരടുണ്ട്, അപ്പോൾ നമ്മളിത് പറിച്ച് പാകമാക്കി കൊടുക്കും കേട്ടോ. ഇതിപ്പോൾ ഒരു പിന്നെ 17 ദിവസമായിട്ടോ. ഒരു 20-25 ദിവസത്തിൽ നമുക്ക് പിന്നെ ഇത് പറിച്ച് തുടങ്ങാം കേട്ടോ. അപ്പോൾ പറിച്ചത് മുരട് കറക്റ്റാക്കിയിട്ട് പിന്നെ നിർത്തുക, പിന്നെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഇന്നും ചെറിയ വീഡിയോ, വലിയ ലെങ്ത്തുള്ള വീഡിയോ അല്ല എടുക്കൽ. ഇന്ന് ഒരു 10-15 മിനിറ്റിലുള്ള വീഡിയോകൾ മാത്രമാണ് ഇടുന്നത്, അതിൽ കൂടുതലൊന്നും ഇടുന്നില്ല. ആദ്യമൊക്കെ 20 മിനിറ്റിൻ്റെ ഇട്ടിരുന്നു. ഇപ്പോൾ നമുക്ക് ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലാണ് അതിന് റീച്ചും കിട്ടുന്നത് കേട്ടോ. അല്ല വലിയ ലോങ് ലെങ്ത്ത് വീഡിയോ ഇട്ടിട്ടൊന്നും കാര്യമില്ല, ആൾക്കാർ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അവിടെയുള്ള ബെല്ലൈക്കനൊന്ന് അമർത്തുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിലൊന്ന് അറിയിക്കുക. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. ഒന്ന് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ വീഡിയോ ഒരുപാട് ആളിലേക്ക് അത് എത്താൻ സഹായിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ വല്ലാതെ നീട്ടിക്കൊണ്ട് പോകണില്ല, ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണെങ്കിൽ ഒരു നാളെ കാണുന്നത് എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ പറഞ്ഞാൽ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.